തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഒരു RSS നേതാവിന്റെ ഉൾപ്പെടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ RSS നേതാവ് ഷാജി കെയറിനും കുടുംബത്തിനും തൃശ്ശൂരിലും ആലത്തൂർ മണ്ഡലത്തിലെ ചേലക്കരയിലും വോട്ടുണ്ടായിരുന്നുവെന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തൃശ്ശൂര് ചേർത്ത BJPയുടെ വോട്ടുകൾ എന്ന് പറയുന്നത് ചാലക്കുടി അതുപോലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് വ്യാപകമായിട്ട് തൃശ്ശൂരിലുള്ള വിവിധ ഫ്ളാറ്റുകളിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് ആയി കൊടുത്തിരുന്നു. പക്ഷേ അന്ന് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന ജില്ലാ കലക്ടർ അതിൽ ഒരു മെല്ലെ പോക്ക് നയം സ്വീകരിച്ചു. സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളാണ്. ഇപ്പൊ വടക്കാഞ്ചേരി ഏരിയയിലൊക്കെ ഉള്ളവര് അവര് ശരിക്കും വടക്കാഞ്ചേരി ആലത്തൂർ ലോക്സഭയിലാണ്, അങ്ങനെയുള്ളവരെ തൃശ്ശൂർ കൊണ്ടുചേർന്നു. മാത്രമല്ല രണ്ടിടത്തും വോട്ട് ചെയ്തവരുണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ പൂങ്കുന്നത്തെ ഒരു ശങ്കരൻകുളങ്ങരയിലെ ഒരു ഫ്ളാറ്റ്, അവിടെ ഒരു സ്ഥലത്ത് മാത്രം 79 പേരെ ക്രമരഹിതമായി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യാപകമായി ആസൂത്രിതമായി തന്നെ നടപ്പാക്കിയ പദ്ധതി എന്നാണോ കരുതേണ്ടത്? ആ ശങ്കരൻകുളങ്ങര പരിസരവും അതുപോലെ തന്നെ പൂങ്കുന്നം ഏരിയ, ആ ഏരിയയിലാണ് കൂടുതൽ വ്യാപകമായിട്ട് വോട്ട് ചേർത്തിട്ടുള്ളത്. മാത്രമല്ല തിരുവനന്തപുരത്തെ ശാസ്താമംഗലത്ത് വോട്ടുണ്ടായിരുന്ന സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ വോട്ടുകളും തൃശ്ശൂര് വിവിധ അഡ്രസ്സുകളിലായിട്ടാണ് ചേർത്ത്. അവരൊക്കെ തൃശ്ശൂർ വന്ന് വോട്ടും ചെയ്ത. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അന്ന് മെല്ലെ പോക്ക് നയമാണ് ജില്ലാ കളക്ടർ അന്ന് സ്വീകരിച്ചത്. ആ ജില്ലാ കളക്ടർ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ആന്ധ്രയിലെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടേറിയറ്റ് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം വലിയൊരു ആസൂത്രണം ഇതിന് പിന്നിൽ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലെ ചില വിവരങ്ങൾ 6 മാസത്തോളം എടുത്ത് പഠിച്ച് അവതരിപ്പിച്ചു. ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഇന്നലത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരുന്നത് ഇടതു പാർട്ടികൾ ഉൾപ്പെടെ അണിനിരുന്ന സ്വാഭാവികമായും രാഹുൽ ഉയർത്തിയ വിഷയത്തിന്റെ ഗ്രാവിറ്റി എത്രത്തോളം വലുതാണ് എന്നത് വ്യക്തമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിലും സമാനമായി ഇപ്പോൾ കർണാടകത്തിലെ കണ്ട പോലെ അത്രയും വലിയ ആഴത്തിലുള്ള ഒരു വോട്ടുചേർക്കൽ നടന്നു എന്നതാണോ? തീർച്ചയായിട്ടും തൃശ്ശൂര് അങ്ങനെ ആഴത്തിൽ വോട്ട് ചേർത്തു. 30,000 മുതൽ 56,000 വോട്ടുകൾ ചേർത്തിട്ടുണ്ട് അനധികൃതമായിട്ട്. അതാണ് അവിടുത്തെ ജനവിധി അട്ടിമറിക്കപ്പെട്ടത്. ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ അതിന്റെ നിയമവശങ്ങൾ ഞങ്ങൾ പ്രതിബന്ധങ്ങളുണ്ടല്ലോ. പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന തരത്തിൽ ഈ ഡോക്യുമെന്റ്സ് ഒന്നും കൈമാറുന്നുമില്ലല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇത് കണ്ടെത്താൻ കഴിയുമോ? ഞങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുന്നുണ്ട്. നന്ദി ശ്രീ കെ മുരളീധരൻ. തൃശ്ശൂരിൽ വ്യാപകമായ ക്രമക്കേടുണ്ടായി എന്ന സംശയം ഉയർന്നു വരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ തെളിവുകൾ വരുന്നത്.